എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ശരിയാക്കാൻ പോകുന്ന ഒരു സ്റ്റീൽ ടാപ്പാണ്. കണ്ടില്ലേ, ഈ രീതിയിൽ ഇങ്ങനെ ഒറ്റിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ഓഫ് ചെയ്യാലും ഓൺ ചെയ്താലും ഇതേപോലെ ഇങ്ങനെ ഒറ്റിക്കൊണ്ടേയിരിക്കും കേട്ടോ. നമ്മൾ ഏതാണ്ട് ഈ സൈഡിൽ കൂടെ ഒക്കെ ലീക്ക് വരും. കണ്ടോ, ഈ സൈഡിൽ കൂടെ ഒക്കെ കംപ്ലീറ്റ് ലീക്ക് വരും. അപ്പോൾ നമ്മളത് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയാതെ നമ്മൾ പ്ലംബറിനൊക്കെ വിളിച്ച് അവർക്ക് നല്ലൊരു എക്സ്പെൻസ് കൊടുത്തിട്ട് നമ്മൾ അത് റെഡിയാക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് തന്നെ സിമ്പിളായിട്ട് ആർക്കും തന്നെ വീട്ടിലിരുന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ഒരു 90 രൂപ മാത്രം ചിലവുള്ളൂ കേട്ടോ. അപ്പോൾ അത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമുക്കിതിൻ്റെ മെയിൻ വാൾവ് ഒന്ന് നമുക്കൊന്ന് ഓഫ് ചെയ്യണം. അപ്പോൾ നമുക്കൊന്ന് വാൾവ് ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ ആദ്യം. അപ്പോൾ നമ്മൾ വാൾവൊക്കെ ഓഫ് ചെയ്തു. അപ്പോൾ അതിന് ശേഷം ഈ കാണുന്ന നമ്മൾ ഈ ഒരു ടോപ്പ് അയക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഈ സൈഡത്തൊരു ക്യാപ്പ് ഉണ്ട്. ഈ ക്യാപ്പ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ വരും. ഇല്ലെങ്കിൽ ഒരു ടെസ്റ്റർ ഇട്ടിട്ട് സൈഡിലൊന്ന് സ്കോപ്പ് ചെയ്ത് കൊടുത്താൽ മതി, അപ്പോൾ വരും. അപ്പോൾ നമുക്ക് ഇത് അയക്കാൻ അതിൻ്റെ ഉള്ളിൽ എല്ലെങ്കിൽ സ്ക്രൂ ഉണ്ട്. അപ്പോൾ അത് അയക്കാൻ നമുക്ക് എല്ലെങ്കിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ എല്ലെങ്കിൽ നമ്മൾ തന്നെ സൈഡിൽ കൂടെ അതിൻ്റെ ഉള്ളിൽ കൂടെ കറക്റ്റായിട്ട് അതിലേക്ക് കൊടുത്തിട്ട് ഒന്ന് തിരിച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് തിരിച്ച് കഴിഞ്ഞാൽ അത് ഊരി വരും കേട്ടോ. കണ്ടില്ലേ, അത്രേ ഉള്ളൂ. ആ ടോപ്പ് നമ്മൾ ഊരി. അപ്പോൾ ആ ടോപ്പ് അങ്ങോട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ ഈ കാണുന്ന ഇതാണ് ഇതിൻ്റെ സ്പിൻഡൽ കേട്ടോ. ഇതാണ് ഇതിൻ്റെ സ്പിൻഡൽ. അപ്പോൾ ഇത് മാറ്റി കഴിഞ്ഞാൽ അതിലത്തെ എല്ലാ കംപ്ലൈൻറ്റുകളും നമുക്ക് മാറി കിട്ടും കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്കത് അയക്കാനായിട്ട് ഇപ്പോൾ കൂടുതലുള്ളത് ഇപ്പോൾ കട്ടിംഗ് പ്ലെയറാണ് എല്ലാവരും വീട്ടിൽ കാണുക. അപ്പോൾ സ്പാനർ ഉണ്ടെങ്കിൽ സ്പാനർ യൂസ് ചെയ്യുക, ഇല്ലെങ്കിൽ കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ചിട്ട് നമുക്ക് അതൊന്ന് അയക്കാം കേട്ടോ. നമ്മൾ ലൂസ് ചെയ്യുന്ന പൊസിഷനിൽ നമ്മൾ ഇത് അയക്കണം. ജസ്റ്റ് ഒന്ന് തിരിച്ച് കഴിഞ്ഞാൽ വരും കേട്ടോ. അപ്പോൾ അത് നമ്മൾ അയച്ചു. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ ഈ സാധനം. ഇത് മാത്രം മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ടാപ്പിൻ്റെ എല്ലാ കംപ്ലൈൻറ്റുകളും നമുക്കിത് ശരിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്കിന്ന് അത് മാറ്റിയിട്ട് വേറെ ഒരെണ്ണം ഇടാം. ഇത് നല്ല ഒരു സ്പിൻഡലാണ്, പുതിയതെങ്കിൽ പുതിയത് ഇടാം കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് നമ്മൾ ഇത് ഇടുന്നു. നമ്മൾ എങ്ങനെയാണോ അയച്ചത് അതേപോലെ നമ്മളത് നല്ലപോലെ ഒന്ന് ടൈറ്റ് ചെയ്യണം. ഒരു ടൈറ്റ് പോലെ നല്ല സ്ട്രോങ്ങിൽ ടൈറ്റ് ചെയ്യരുത്, ഒരു മീഡിയം ടൈറ്റിൽ നിർത്തുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ നമ്മൾ റിപ്പയറിങ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ ടോപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇടണം. അപ്പോൾ നമ്മൾ ടോപ്പ് ഇടാനായിട്ട് ആദ്യം ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് വെക്കുക. എന്നിട്ട് കറക്റ്റായിട്ട് നേരെ കാണുന്ന പോലെ ആ ടോപ്പ് ഇട്ടിട്ട് ഒന്ന് ഓഫ് ചെയ്തിട്ട് കേട്ടോ. അതെങ്ങനെയാണ് ഇപ്പോഴാണ് ഓൺ പൊസിഷൻ, ഈ കാണുന്ന ഓൺ പൊസിഷൻ അല്ല. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഓണായിട്ട് വേണ്ടതെന്ന് അതേ രീതിയിൽ വെക്കുക കേട്ടോ. അപ്പോൾ അതങ്ങനെ രീതിയിൽ വെച്ച ശേഷം നമ്മൾ അതേപോലെ തന്നെ എല്ലാം ഇട്ടിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതൊരു മീഡിയം ടൈറ്റ് ചെയ്യാൻ പാടുള്ളൂ, സ്ലിപ്പാവാൻ പാടില്ല. സ്ലിപ്പായി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് അയക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആ ക്യാപ്പ് ഊരി നമ്മളൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ക്യാപ്പൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊന്ന് വാൾവ് ഒന്ന് ഓൺ ചെയ്തിട്ട് വരണം കേട്ടോ. അപ്പോൾ ഇവിടുത്തെ പണികളെല്ലാം കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് വാൾവ് ഓൺ ചെയ്തിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ വാൾവ് ഓൺ ചെയ്ത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്താൽ ഇവിടെ സൈഡിലൊന്നും ലീക്കൊന്നുമില്ല. ഓക്കെ, ഇപ്പോൾ നല്ല പോലെ തന്നെ വെള്ളം വരുന്നുണ്ട് കേട്ടോ. കണ്ടില്ല, നല്ല ഫോഴ്സിൽ തന്നെ വരുന്നുണ്ട്, എവിടെയും ലീക്കില്ല. ആ ടാപ്പിൻ്റെ ആ പോയിന്റിൽ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കംപ്ലൈൻറ്റ്. നിങ്ങൾക്ക് ആർക്കും തന്നെ ഒരു ഇലക്ട്രീഷ്യൻ്റെ പ്ലംബറിൻ്റെ സഹായം ഇല്ലാതെ തന്നെ ശരിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലുള്ള വീഡിയോകൾ ഇനിയും വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഒന്ന് ഷെയർ കൂടി ചെയ്യുക കേട്ടോ. ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി. താങ്ക് യു.